ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം പുറപ്പാട് പുസ്തകം 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം പുറപ്പാട് പുസ്തകം 17 അധ്യായം 6 വാക്യം. ഞാൻ ഹോറേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണെ മോശെ അങ്ങനെ ചെയ്തു. ദൈവജനത്തിന്റെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്ര ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. 3 തരം വെല്ലുവിളികൾ പ്രധാനമായിട്ട് അവർ നേരിടേണ്ടതായിട്ട് വരുന്നു. 1, ഫറവോനും സൈന്യവും. 2, ദാഹജലത്തിനായുള്ള അവരുടെ കാത്തിരിപ്പ്. 3, വിശപ്പിനായുള്ള നിലവിളി. ഈ അവസരങ്ങളിലെല്ലാം ദൈവം അവരോട് ചേർന്ന് നടക്കുകയും അതിശയകരമായി അവരെ വഴി നടത്തുകയും ചെയ്യുന്നു. ദൈവകൃപ ആവോളം അനുഭവിക്കുവാനും അവർക്ക് ഇവിടെ സാധിക്കുന്നു. എങ്കിലും അവർ ദൈവത്തെ സംശയിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുകയും പ്രതിസന്ധികളിൽ ദൈവത്തെ അവിശ്വസിച്ചു പോവുകയും ചെയ്യുന്നു. എന്നാൽ ദൈവം അവരെ സ്നേഹിക്കുകയും ക്ഷമയോടെ തൻ്റെ ജനത്തെ നയിക്കുകയും ചെയ്തു. രഫീദീമിൽ പാളയമിറങ്ങിയ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലാതായ ഒരു സംഭവം ഇന്നത്തെ വായനഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ അവിടെ ജീവജലത്തിൻ്റെ ഉറവ ദൈവം നൽകിയെങ്കിലും 2 വ്യത്യസ്തതകൾ ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. 1, കലഹവും പിറുപിറുപ്പും ആയുധമാക്കിയ ജനം. അതുവരെയുള്ള യാത്രയിൽ ദൈവം നടത്തിയ വിധങ്ങളെ പെട്ടെന്ന് മറന്നു പോകുന്ന ജനത്തെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സീൻ മരുഭൂമിയിൽ ദൈവം അവർക്ക് മന്ന നൽകി പോഷിപ്പിക്കുന്നു. അതുമാത്രമല്ല, തുടർന്ന് അപ്പവും ഇറച്ചിയും നൽകി ദൈവം അവരെ പോഷിപ്പിക്കുന്നു. ഇവിടെ വെള്ളത്തിന് കുറവ് വന്ന ജനങ്ങൾ മുൻപ് ചെയ്തതായ അത്ഭുതമെല്ലാം വേഗത്തിൽ മറന്നു പോകുന്നു. ദൈവം അനുഗ്രഹങ്ങൾ നൽകുമെന്ന് അറിഞ്ഞിട്ടും കലഹവും പിറുപിറുപ്പും കാണിക്കുന്ന ഒരു കൂട്ടം ജനത്തെയാണ് ഇവിടെ നാം കാണുന്നത്. മരുഭൂമിയിൽ ഇന്നവർ ദാഹിച്ച് വലയുകയാണ്. ഇന്ന് അവർ ആഗ്രഹിക്കുകയും കൊതിയോടെ നോക്കി ഇരിക്കുന്നതുമായ ഈ ജലം അവരുടെ ഇന്നലകളിൽ അഥവാ ചെങ്കടലിൻ്റെ അനുഭവത്തിൽ അവരെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. ഒരിറ്റ് ദാഹജലത്തിനായി ഇപ്പോൾ ഇവർ ഇവിടെ പരക്കം പായുമ്പോഴും ഇന്നലകളിൽ നടത്തിയ ദൈവത്തെ മറന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. പുറപ്പാട് പുസ്തകം 17 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് ജനം മോശയോട് ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞതിന് മോശെ അവരോട്, നിങ്ങൾ എന്നോട് എന്തിന് കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഓരോ ആവശ്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമ്പോൾ, ഇത്തരത്തിൽ കലഹവും പിറുപിറുപ്പും മോശയ്ക്ക് നേരെയുള്ള അഥവാ സൃഷ്ടാവായ ദൈവത്തിന് നേരെയുള്ള ആയുധമാക്കി മാറ്റുന്ന ഇസ്രായേൽ ജനതയെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമതായിട്ട്, ദൈവത്തോടുള്ള നിലവിളി ആയുധമാക്കിയ മോശ. താൻ അപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കാത്തവനാണ് ദൈവമെന്ന് മോശയ്ക്കറിയാം. ദൈവം വിശ്വസ്തനാണ്, ദൈവം സംരക്ഷണം നൽകുന്നവനാണ് എന്ന് മോശയ്ക്ക് വ്യക്തമായി അറിയാമായിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനങ്ങൾ അവരുടെ വന്യമായ സ്വഭാവത്തിന് തിരിതെളിക്കുമ്പോൾ മോശ പ്രാർത്ഥന ആയുധമാക്കുന്ന ഒരനുഭവവും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പ്രതിസന്ധിയുടെ നടുവിൽ മോശ ദൈവസന്നിധിയിൽ അഭയം തേടുന്നു. മത്സര സ്വഭാവവും ഹൃദയ കാഠിന്യവുമുള്ളവരായിരുന്നു ഈ ജനങ്ങൾ. അത് 17 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. മോശെ യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടു? അവർ എന്നെ കല്ലെറിവാൻ പോകുന്നുവല്ലോ എന്ന് അവിടെ പറയുന്നു. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, മോശ തൻ്റെ ജീവിതത്തിലും ഇസ്രായേല്യർക്ക് നേതൃത്വം കൊടുക്കുമ്പോഴും ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിച്ച് പോന്നിരുന്ന വ്യക്തിയായിരുന്നു. തനിക്ക് അസാധ്യമെന്ന് തോന്നിയ ഇടങ്ങളിലെല്ലാം പ്രാർത്ഥന തൻ്റെ ആയുധമാക്കുകയും ദൈവത്തോട് നിലവിളിക്കുകയും ചെയ്യുന്നു. ഈ സംഭവത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയവും ആത്മനിയന്ത്രണവും നഷ്ടപ്പെടുത്താതിരിക്കുക. ഇത്തരത്തിൽ മോശയെപ്പോലെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ജീവജലത്തിൻ്റെ ഉറവയായ ക്രിസ്തുവിൽ അഭയം കണ്ടെത്തുക. നമുക്ക് തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഹൃദയം കഠിനമാക്കുവാനോ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുത്തുവാനോ ഇടയാകാതെ അങ്ങയിൽ ശരണം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.